ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വേദോസ് ഇപ്രകാരം പറയുന്നു, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ ആകുന്നു. എഫേസ്യ ലേഖനം 2:8 നമ്മത് കാണുന്നത്. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. കൃപ, അതായത് ദൈവത്തിൻ്റെ കൃപ. വാട്ട് ഈസ് ഗോഡ്സ് ഗ്രേസ്? ഇവിടെ പൗലോസ് പറയുന്നത്, നിങ്ങൾ ദൈവത്തിൻ്റെ കൃപയാലാണ് ഈ രക്ഷയിലേക്ക് വരുവാനിടയായത്. അതായത് നാം ഈ രക്ഷയിലേക്ക് വരുവാനായിട്ട് ഒരു യോഗ്യതയും ഇല്ലാത്തവരായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ കൃപയാൽ നമുക്ക് ഈ രക്ഷയിലേക്ക് വരുവാൻ സാധിച്ചു. മറ്റൊരുത്ത് പറഞ്ഞാൽ, നാം അർഹിക്കാത്ത ഇടത്തേക്ക് നമ്മെ ആക്കി തീർക്കുന്നതാണ് ദൈവത്തിൻ്റെ കൃപ. ഈ ദൈവത്തിൻ്റെ കൃപ നാം പഠിക്കുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ അതിന് 3 തലങ്ങളുണ്ട്. 3 dimensions ഓഫ് ഗോഡ്സ് ഗ്രേസ്. ഒന്ന് കോമൺ ഗ്രേസ്, അതായത് പൊതുവായുള്ള ദൈവത്തിൻ്റെ കൃപ. 2 റെഡീമിങ് ഗ്രേസ്, വീണ്ടെടുക്കപ്പെടുന്ന ദൈവത്തിൻ്റെ കൃപ. അതിനെ ജസ്റ്റിഫിക്കേഷൻ എന്നും പറയും. 3 ഗ്ലോറിഫൈയിങ് ഗ്രേസ്, അതായത് തേജസ്കരിക്കപ്പെടുന്ന ദൈവത്തിൻ്റെ കൃപ. അപ്പോൾ ഇങ്ങനെ 3 തലങ്ങൾ, 3 മാനങ്ങൾ ഈ ദൈവത്തിൻ്റെ കൃപയ്ക്കുണ്ട്. ഒന്നാമത് എന്താണ്? കോമൺ ഗ്രേസ്, പൊതുവായുള്ള ദൈവത്തിൻ്റെ കൃപ. അത് എല്ലാവർക്കും അനുഭവ്യമാണ്. ദ ഗ്രേസ് ഈസ് അവൈലബിൾ ടു എവരി വൺ, എല്ലാവർക്കും. അതായത് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്കും അല്ലാത്തവർക്കും ദുഷ്ടന്മാർക്കും എല്ലാം അത് ആ ദൈവത്തിൻ്റെ കൃപ അനുഭവിക്കുവാനായിട്ട് സാധിക്കും. വേദപുസ്തകത്തിൽ പ്രകാരം വായിക്കുന്നുണ്ട്, മത്തായിയുടെ സുവിശേഷം 6:35, നിങ്ങൾ അത്യുന്നതന്റെ മക്കളാകും, അവൻ നന്ദി കെട്ടവരോടും ദുഷ്ടന്മാരോടും ദയാലുവല്ലോ. അപ്പം ഇവിടെ പറയുന്നത്, അവൻ എല്ലാവർക്കും, ദൈവം എല്ലാവർക്കും ദയാലുവാണ്. ദൈവത്തിൻ്റെ മക്കൾക്ക് മാത്രമല്ല, ദുഷ്ടന്മാർക്കും അതുപോലെ നന്ദി കെട്ടവർക്കും എല്ലാം ദൈവം ദയാലുവാണ്. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൃപ എല്ലാവർക്കും അനുഭവിക്കുവാൻ സാധിക്കും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ രാത്രി കടന്നു, രാവിലെ എഴുന്നേൽക്കുന്നു, നമ്മളെന്താ പറയുന്നത്? ദൈവത്തിൻ്റെ കൃപയാൽ ഞാൻ എഴുന്നേറ്റു. നമുക്കൊരു ജോലി ലഭിക്കുമ്പോൾ നമ്മളെന്താ പറയുന്നത്? ദൈവത്തിൻ്റെ കൃപയാൽ എനിക്കൊരു ജോലി ലഭിച്ചു. നമ്മളൊരു നല്ല വീട് വെച്ചു, നമ്മളെന്താ പറയുന്നത്? ദൈവത്തിൻ്റെ കൃപയാൽ എനിക്കൊരു വീട് വെക്കാൻ സാധിച്ചു. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ. എന്നാൽ ഇത് മറ്റുള്ളവർക്കും, അതായത് ക്രിസ്തുവിൽ വിശ്വസിക്കാത്തവർക്കും ദുഷ്ടന്മാർക്കും എല്ലാം ഇതേ അനുഭവം ഉണ്ടാകാറുണ്ട്. അവരും രാത്രി കിടക്കുന്നുണ്ട്, രാവിലെ എഴുന്നേൽക്കുന്നുണ്ട്, അവർക്കും നല്ല ജോലി ലഭിക്കുന്നുണ്ട്, അവർക്ക് നല്ല ഭവനം അവർക്ക് പണിയാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്താണെന്നറിയാമോ? പൊതുവായുള്ള ദൈവത്തിൻ്റെ കൃപയാണ്, പൊതുവായുള്ള. പക്ഷേ ഇന്ന് നമ്മൾ കൂടുതലും ഈ പൊതുവായുള്ള ദൈവത്തിൻ്റെ കൃപയെക്കുറിച്ചാണ് പറയുന്നത്. പ്രസംഗത്തിൽ പോലും നമ്മൾ ഈ പൊതുവായുള്ള ദൈവത്തെ കൃപയാണ് കൂടുതലായിട്ടും പറയുന്നത്. അത് ദൈവത്തിൻ്റെ കൃപയാണ്. നമ്മൾ ഓരോ ദിവസവും നമ്മളായിരിക്കുന്നതെല്ലാം ദൈവത്തിൻ്റെ കൃപയാണ്. അപ്പം അങ്ങനെ ഇത് ഒന്നാമത് പൊതുവായുള്ള ദൈവത്തിൻ്റെ കൃപ. 2 വീണ്ടെടുപ്പിൻ്റെ കൃപ, അല്ലെങ്കിൽ വീണ്ടെടുപ്പ്, അല്ലെങ്കിൽ ജസ്റ്റിഫിക്കേഷൻ. അതെന്താണെന്ന് വെച്ചാൽ, ഒരിക്കൽ നാം ദൈവമില്ലാത്തവരും അതുപോലെ അനുസരണക്കേടിൻ്റെ മക്കളും അതുപോലെ ജഡമോഹങ്ങളിൽ നടന്നവരുമാണ്. ദൈവസന്നിധിയിൽ അടുത്ത് വരുവാൻ ഒരു യോഗ്യതയും ഇല്ലാത്തവരായിരുന്നു. മാത്രമല്ല, നാം ദൈവത്തിൻ്റെ ശിക്ഷാവിധിയിൽ വീണു പോകേണ്ടവരാണ്. എന്നാൽ നമുക്ക് പകരമായിട്ട് ഒരുവൻ ആ ശിക്ഷ ഏറ്റെടുത്തു. മാത്രമല്ല, നാം മരിക്കേണ്ടടുത്ത് നമുക്ക് പകരമായി ഒരുവൻ മരിച്ചു. അതാണ് കർത്താവായ യേശുക്രിസ്തു. അവൻ ദൈവത്തോട് കൂടെ ഇരുന്നവനാണ്, ദൈവത്തിൻ്റെ സകല അധികാരമുള്ളവനായിരുന്നു. അതെല്ലാം വെടിഞ്ഞ ഒരു മനുഷ്യനായി ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. മാത്രമല്ല, അവൻ സകല മനുഷ്യരുടെ സകല പാപങ്ങളും അവൻ ഏറ്റെടുത്തു. അവൻ കാൽവരി യാഗമായി തീർന്നു. അങ്ങനെ അവൻ കർത്താവ് മരിച്ചതിൽ കൂടെ നമ്മുടെ ശിക്ഷയെല്ലാം മാറ്റി. അതാണ്. മാത്രമല്ല, ആ ശിക്ഷ മാറ്റി ചെയ്ത മാത്രമല്ല, അവൻ നമുക്ക് ദൈവത്തോട് അടുക്കുവാനുള്ള ആ വലിയ, അതായത്
ദൈവവുമായി അനുരഞ്ജനപ്പെടുവാൻ നമുക്ക് സാധിച്ചു. ഇതുവരെ ദൈവസേനയിൽ അടുത്തു വരാൻ യോഗ്യതയില്ലാത്തവരായിരുന്നു, പക്ഷേ നമ്മളെ യോഗ്യത ഉള്ളവരാക്കി തീർത്തു. അതുമാത്രമല്ല, ദൈവത്തിൻ്റെ മക്കളാക്കി തീർത്തു. അതോടൊപ്പം തന്നെ നമ്മുടെ ഡെസ്റ്റിനി മാറ്റി എഴുതി. നാം പാപത്തിൽ ആയിരുന്നപ്പോൾ നമ്മുടെ ഡെസ്റ്റിനി എന്ന് പറയുന്നത് നിത്യമായ മരണമായിരുന്നു, അല്ലെങ്കിൽ നരകത്തിലേക്കാണ് നമ്മൾ പോകേണ്ടത്. എന്നാൽ നമ്മുടെ ഡെസ്റ്റിനി മാറ്റി എഴുതി. എന്താണ്? നമ്മളെ നിത്യമായ നരകത്തിൽ നിന്ന്, അല്ലെങ്കിൽ നിത്യമായ മരണത്തിൽ നിന്ന് നമ്മെ മാറ്റി നിത്യമായ ജീവന്റെ അനുഭവക്കാർ, അല്ലെങ്കിൽ നിത്യജീവൻ അനുഭവക്കാരാക്കി തീർത്തു. ഇപ്പൊ നോക്കുക, ദൈവത്തിന്റെ കൃപ എത്ര വലിയതാണ്. നമുക്ക് യോഗ്യത അല്ലാത്ത സ്ഥലത്തേക്ക് നമ്മളെ ആക്കി തീർത്തു. ആ ദൈവത്തിന്റെ കൃപ ഓർത്ത് ദൈവത്തെ സ്തുതിക്കണം. പ്രിയമുള്ളവരെ, എല്ലാ ദിവസവും നമ്മളിത് ഓർക്കണം. ഓർക്കുക മാത്രമല്ല, ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ആ ദൈവസ്ഥനയിൽ ആ ക്രൂശിന് ചുവട്ടിൽ നിന്നത്തിനെ താഴ്ത്തി ഏൽപ്പിക്കുവാനും നമുക്ക് സാധിക്കും. അപ്പം രണ്ട് കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, ദൈവത്തിൻ്റെ കൃപയെന്ന് പറയുന്നത് എല്ലാവർക്കും കിട്ടുന്നതാണ്, കോമൺ ഗ്രേസ്. രണ്ട്, വീണ്ടെടുക്കുന്ന ദൈവകൃപ. നമ്മെ ദൈവം പാപത്തിൽ നിന്ന് വീണ്ടെടുത്തു, ദൈവത്തിൻ്റെ മക്കളാക്കി തീർത്തു. മൂന്ന്, ഗ്ലോറിഫൈയിങ് ഗ്രേസ്, തേജസ്കരിക്കപ്പെടുന്ന തേജസ്കരിക്കുന്ന ദൈവകൃപ. ഗ്ലോറിഫിക്കേഷൻ അല്ലെങ്കിൽ തേജസ്കരണം എന്ന് പറയുന്നത് നമുക്കറിയാം. നമ്മളെ മരിച്ചു, മണ്ണടിഞ്ഞു പോകുന്നില്ല. പിന്നെയോ കർത്താവായ യേശുക്രിസ്തു അവൻ മധ്യാകാശത്തിൽ അല്ലെങ്കിൽ ആകാശമണ്ഡലത്തിൽ വരുമ്പോൾ നാം ഉയർത്തെഴുന്നേക്കും. എങ്ങനെ ഉയർത്തെഴുന്നേക്കുന്നത്? നമ്മൾ ഇപ്പോഴുള്ള ശരീരം മാറി രൂപാന്തരപ്പെട്ട ശരീരം, തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടു കൂടിയാണ് നമ്മൾ എഴുന്നേക്കുന്നത്. എന്നാൽ ഇവിടെ ഈ തേജസ്കരിക്കുന്ന കൃപയെന്ന് പറയുമ്പോൾ നമ്മൾ മരിച്ചു കഴിഞ്ഞുള്ളതായ തേജസ്കരണത്തെ കാര്യമല്ല പറയുന്നത്. അതിനു മുമ്പ് നമ്മളിപ്പോൾ അനുഭവിക്കുന്നതാണ് ഈ കൃപ. ഇപ്പോൾ അനുഭവിക്കുന്നത്, അതായത് കർത്താവായ ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച് നാം ആ വീണ്ടെടുപ്പിൻ്റെ അനുഭവത്തിലേക്ക് വന്നു കഴിയുമ്പോൾ, അല്ലെങ്കിൽ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാകുക. ഒരുവൻ ക്രിസ്തുവിലായാൽ അത് പുതിയ സൃഷ്ടി. ആ പുതിയ സൃഷ്ടിയുടെ അനുഭവത്തിലേക്ക് നമ്മളായിത്തീരുന്നു. ഇങ്ങനെ പുതിയ സൃഷ്ടിയായി തീരുമ്പോൾ ദൈവത്തിൻ്റെ അളവറ്റതായ കൃപ നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കും. അതായത് കൃപയാൽ ഒരു ദൈവ പൈതലിനെ ദൈവം കൃപയാൽ നിറയ്ക്കും, കൃപയാൽ പൊതിയും. അപ്പോൾ നമ്മുടെ സ്വഭാവത്തിനും നമ്മുടെ പ്രവൃത്തിക്കുമൊക്കെ മാറ്റം ഉണ്ടാകുകയാണ്. നാം പിന്നെ ക്രിസ്തുവിനെ പോലെയാണ്, അല്ലെങ്കിൽ ക്രിസ്തു എങ്ങനെയാണോ ജീവിച്ചത്, ക്രിസ്തു എങ്ങനെയാണോ പ്രവർത്തിച്ചത്, ആ രീതിയിൽ നമ്മളായിത്തീരും. നമ്മുടെ സ്നേഹത്തിന് മാറ്റമുണ്ടാകും. ക്രിസ്തു സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുവാൻ നമുക്ക് സാധിക്കും. ക്രിസ്തു സ്നേഹിച്ചത് എങ്ങനെയാണ്? ക്രിസ്തുവിൻ്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ അഗപ്പേ ലവ്, നൽകുന്ന സ്നേഹമാണ്. ദൈവത്തിൻ്റെ സ്നേഹം അതാണ്. ദൈവം തൻ്റെ പുത്രനെ നൽകി, ക്രിസ്തു തൻ്റെ ജീവനെ നൽകി. ആ നൽകുന്ന സ്നേഹം, മനുഷ്യൻ്റെ സ്നേഹം, അതായത് അൺകണ്ടീഷണൽ ലവ്. മനുഷ്യൻ്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടീഷണലാണ്. ഇങ്ങോട്ട് കിട്ടിയാൽ അങ്ങോട്ട് കൊടുക്കും. എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് കിട്ടിയില്ലേലും അങ്ങോട്ട് തരുന്നതായ, അല്ലെങ്കിൽ അങ്ങോട്ട് കൊടുത്തില്ലേലും ഇങ്ങോട്ട് തരുന്നതായ സ്നേഹം. നാം ദൈവത്തെ സ്നേഹിച്ചുകൊണ്ടല്ല ദൈവം നമ്മെ സ്നേഹിച്ചത്. അതാണ് യഥാർത്ഥമായുള്ള സ്നേഹം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹം. ആ ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മളുണ്ടാകും. നമ്മളെ സ്നേഹം വഴിഞ്ഞൊഴുകും. അത് അനേകർക്ക് അനുഗ്രഹമായി തീരും. രണ്ടാമത്, ക്ഷമിക്കാനുള്ള വലിയ കഴിവുണ്ടാകും. ദൈവത്തിൻ്റെ കൃപ, ക്ഷമിക്കുവാൻ. ശത്രു നമുക്കെതിരായിട്ട് നിൽക്കുമ്പോൾ, നമ്മുടെ എതിരായിട്ട് കൂരമ്പുകൾ പായിക്കുമ്പോൾ, വാക്കുകളാലും ഒക്കെ പ്രവൃത്തിയാലും ഒക്കെ നമ്മളെ അതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ അവരോട് ക്ഷമിക്കാനുള്ള ആ വലിയ കഴിവ്, ആ പേഷ്യൻസ് നമുക്കുണ്ടാകും. എപ്പോഴാണ്? ഈ ദൈവത്തിൻ്റെ കൃപയാൽ പുതിയപ്പെടുമ്പോൾ. അതുപോലെ താഴ്മയുടെ അനുഭവം ഉണ്ടാകും. അഹങ്കാരം ഒരിക്കലും ഉണ്ടാകത്തില്ല അവൻ്റെ ജീവിതത്തിൽ. അനുകരിക്കുന്ന ഒരു പ്രവർത്തനം ഉണ്ടാകത്തില്ല. എപ്പോഴും താഴ്മയുടെ അനുഭവമായിരിക്കും. അത് മാത്രമല്ല,
അവൻ്റെ ബലഹീനതയിൽ ശക്തീകരിക്കുന്നതും ഈ ദൈവത്തിൻ്റെ കൃപയാണ്. അതുകൊണ്ടാണ് പൗലോസിനോട് ദൈവം പറഞ്ഞത്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. 2 കൊരിന്ത്യർ 12:9 മൈ ഗ്രേസ് ഈസ് സഫിഷ്യൻറ്റ് ഫോർ യു. അപ്പോൾ അങ്ങനെ ഈ ദൈവത്തിൻ്റെ കൃപയാൽ പുതിയപ്പെടുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പുറമേ അവൻ ആ തേജസ് കണ്ടില്ലെങ്കിലും, അല്ലെങ്കിൽ ശരീരത്തിന് ആ തേജസ് കണ്ട്, അവൻ്റെ ഹൃദയം ആ പെടുന്നവനാണ്. ഹൃദയം തേജസ്കരിക്കപ്പെട്ടു. ഹൃദയത്തിൽ ആ തേജസ്കരണമുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യും? ഈ നമുക്കറിയാം, ഹൃദയത്തിൽ എന്തുണ്ടോ അത് മുഖത്ത് കാണും എന്ന് വെച്ചാൽ ആ തേജസ്കരിക്കപ്പെടുമ്പോൾ, ഹൃദയം പ്രകാശിക്കപ്പെടുമ്പോൾ അത് നമ്മുടെ മുഖത്ത് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ശരിക്കും ദൈവത്തിൻ്റെ ഒരു പൈതൃക സമയത്തോളം അവനെ കണ്ടാൽ അറിയാം, അവൻ്റെ മുഖം പ്രകാശിക്കും. അതുകൊണ്ടാണ് നമ്മൾ പറയും ഇവൻ ദൈവത്തിൻ്റെ പൈതലാണ്. അപ്പോൾ ആ ഒരു അനുഭവത്തിലേക്ക് നമ്മൾ ആയിത്തീരണം. എങ്ങനെ സാധിക്കുന്നത്? ഈ ദൈവത്തിൻ്റെ കൃപയാൽ പൊതിഞ്ഞെങ്കിൽ മാത്രമേ സാധിക്കൂ. പ്രിയമുള്ളവരെ, നമ്മൾ ഈ പൊതുവായ കൃപയാണ് കൂടുതലും നമ്മൾ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ അതിനു വേണ്ടിയാണ് വാഞ്ചിക്കുന്നത്, അതിനുവേണ്ടിയാണ്. എന്നാൽ ഇതിനേക്കാൾ അപ്പുറമായി ഈ തേജസ്കരിക്കപ്പെടുന്ന കൃപയാൽ നിറയപ്പെടുവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെയെങ്കിലേ നമുക്കൊരു പുതിയ സൃഷ്ടിയായി തീരുവാൻ, കർത്താവിനെ പോലെ ആയി തീരുവാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് ആ ഒരു കൃപ പ്രാപിച്ചുകൊണ്ട് അനേകർക്ക് അനുഗ്രഹമായി നിൽക്കുവാൻ ദൈവം സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും.